ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്രാഫ്റ്റ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ബട്ട് അതെങ്ങനെ എഡിറ്റ് ചെയ്തിട്ടും 1 മിനിറ്റിൽ ഒതുക്കാൻ പറ്റണില്ല. പിന്നെ 3 മിനിറ്റ് ഷോർട്സ് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടുമില്ല. എന്തായാലും ഇത് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് വൂളൻ ത്രെഡ്സും ഒരു പെൻസിലും പിന്നെ ഇതുപോലൊരു കാർഡ്ബോർഡ് റോളും എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാർഡ്ബോർഡ് റോള് എനിക്ക് ബുക്ക് കവർ ഉണ്ടാവുമല്ലോ, നമ്മൾ സ്കൂളിലേക്കൊക്കെ ബുക്ക് കവർ ചെയ്യാൻ. അപ്പോൾ അതുപോലെ ഹിൽബേബിൻ്റെ ബുക്ക് കവർ ചെയ്യാൻ മേടിച്ചിട്ടുള്ള ആ ബുക്ക് കവറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ട്രാൻസ്പെറൻറ്റ് ബുക്ക് കവർ മേടിച്ചപ്പോഴായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ് ഈ ഒരു റോള്. അതിൽ നിന്ന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ സർക്കിളായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഫെവിക്കോൾ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അതെ, ഞാൻ ഇതുള്ളത് കൊണ്ട് അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൂളൻ ത്രെഡ്സ് ഇതുപോലെ ഒരേ സൈസിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ സൈസ് എന്ന് പറയുമ്പോൾ എക്സാക്റ്റ് സെയിം സൈസ് ഒന്നും ആവണമെന്നില്ല കേട്ടോ, കാരണം നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു റിങ്ങിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. ഈ ലോക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇതെങ്ങനെ പറഞ്ഞു തരണ്ടേ നിങ്ങൾക്കറിയില്ല. നമ്മൾ ഈ ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹോളിൽ നമ്മളിതുപോലെ ഒരു ത്രെഡ് ലോക്ക് ഇട്ട് കൊടുക്കുമല്ലോ, അതുപോലെ ഒക്കെയാണ് ഇത് ഈ ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഇതുപോലെ ഈ ഒരു കാർഡ്ബോർഡ് പീസ് മൊത്തത്തിൽ ചെയ്തെടുക്കണം കേട്ടോ. അതായത് ആ ഒരു സർക്കിളിൻ്റെ ചുറ്റുഭാഗം ഇതുപോലെ ഇങ്ങനെ ഈ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു റെഡ് വൂളൻ ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ക്രാഫ്റ്റിൽ ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടി ഇതാണ്. സത്യം പറഞ്ഞാൽ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ മടി പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാലും ചെയ്ത് കഴിഞ്ഞപ്പം ഔട്ട്ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ദേ ആ ഒരു സംഭവം ഇങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മേൽഭാഗത്ത് ഈ തൂങ്ങുന്ന നൂലുകളുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വലിച്ചെടുക്കണം. അതായത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, ഇപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു ത്രെഡ്സ് തൂങ്ങുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് അതിൻ്റെ ഉള്ളിലൂടെ വലിച്ച് പുറത്തെടുക്കണം. അങ്ങനെ മൊത്തത്തിൽ വലിച്ച് പുറത്തെടുത്തതിൻ്റെ ശേഷം ഒരു റെഡ് കളർ തന്നെ സെയിം കളർ തന്നെ ഒരു വുളൻ ത്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. നമ്മൾ നോർമൽ കെട്ടുന്ന പോലെ ഒരു കുറച്ച് ടൈറ്റാക്കിയിട്ട് കെട്ടി കൊടുക്കണം. അപ്പോഴാണ് മേൽഭാഗത്ത് ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കുറച്ച് വിരിഞ്ഞ് നിൽക്കുകയുള്ളൂ. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടുക. എന്നിട്ട് ദേ അതിൻ്റെ മേൽഭാഗത്ത് എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് തൂങ്ങണ്ട, കുറച്ച് ചെറിയൊരു ലെങ്ത്തിൽ അവിടെ വെച്ചിട്ട് ബാക്കി ഉള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു ക്യൂട്ട് ക്യാപ്പ് റെഡി. ഈ ക്യാപ്പിന് എന്താ പറയുക, നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുമല്ലോ. നമ്മൾ ഈ കൊടൈക്കനാലിലൊക്കെ ട്രിപ്പിന് പോയാൽ അവിടെ ഇങ്ങനെ കാണാമല്ലോ ഇതുപോലത്തെ ക്യാപ്പ്. അപ്പോൾ ഇതിനെന്താ പറയുക എനിക്കല്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ പെൻസിൽ വെച്ച് സ്റ്റിക്ക് ചെയ്താലും ഒരു ക്യൂട്ട് ലുക്കൊക്കെ ഉണ്ടാവും കേട്ടോ പെൻസിൽ. പിന്നെ ഞാനതൊന്നുകൂടി എക്സ്ട്രാ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് വൂളൻ ത്രെഡ് കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഒരു 3 ഫിംഗർ വിടത്തിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. ഒരു 3 ഫിംഗർ വെച്ചിട്ട് അതിലിങ്ങനെ കുറച്ച് അധികം തന്നെ ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം വൈറ്റ് കളർ തന്നെ ഒരു ത്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അത് പറഞ്ഞ പോലെ നല്ല മാക്സിമം ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. അത് 2-3 കെട്ടിട്ട് ഒന്ന് സെക്യൂർ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതേ അതിൻ്റെ ആ ഒരു കെട്ടിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ഈ ഡ്രസ്സിലൊക്കെ ചെണ്ട് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ അതിന് ചെണ്ട് തന്നെയാണ് പറയാമെന്ന് തോന്നുന്നത്. ഞങ്ങളിവിടെയൊക്കെ ചെണ്ട് എന്നാണ് അതിന് പറയൽ. ആ ഒരു ലുക്ക് കിട്ടും. എന്നിട്ട് അത് ഞാൻ ടേബിളിൽ ഇതുപോലെ വിരിച്ച് വെച്ചിട്ട് നല്ല പരത്തി ഒരു അപ്പൂപ്പൻ താടീൻ്റെ ഒക്കെ ലുക്കിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഹോട്ട് ഗ്ലൂ ഗൺ ഇതുപോലെ, ഹോട്ട് ഗ്ലൂ ഗണ്ണല്ല ഹോട്ട് ഗ്ലൂ സ്റ്റിക്ക് ഇതുപോലെ ചൂടാക്കിയിട്ട് പെൻസിലിൻ്റെ ബാക്കിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നല്ല അടിപൊളി ഒരു ഹെയർ പോലെ, പെൻസിലിന് ഹെയർ വെച്ച പോലെയുണ്ട്. ബ്ലാക്ക് കളറിൽ നിന്ന് ഇത് എക്സാക്റ്റ് ഹെയർ പോലെയായിരുന്നു. അപ്പോൾ അത് ഒന്ന് സെക്യൂർ ചെയ്തിട്ട് അതിൻ്റെ മേലൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹോട്ട് ഗ്ലൂ ആണ്, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. സേഫ്റ്റി മാത്രമല്ല, അത് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നിൽക്കാനും അതാണ് ഒരു കെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആ ഒരു തൂങ്ങുന്ന ഭാഗം പലതും പല സൈസിലാണ് എൻ്റേത് വന്നിട്ടുള്ളത്. എനിക്ക് ഒരു സെയിം സൈസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഒഴിവാക്കാം. എൻ്റേത് പല ലെങ്ത്തിലായിട്ടാണ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. കെട്ടിയെടുത്ത് എന്തോ ഒരു പാളിച്ച പറ്റിയതാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നേരെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അവർക്ക് പിന്നെ എഴുതാനും ഹോംവർക്ക് ചെയ്യാനൊക്കെ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ചെയ്തോളും. അങ്ങനെ വീണ്ടും ഹോട്ട് ഗ്ലൂ ഇതേപോലെ ചൂടാക്കിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ആ ഒരു മേലെ നമ്മൾ കെട്ടിട്ട് കൊടുത്തതിൻ്റെ ഏറ്റവും മേലെ പെൻസിലിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് ഞാനിതുപോലെ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഇതേ ഒരു ക്യാപ്പ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഐഡിയ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ, എൻ്റെ സ്വന്തം ഐഡിയ ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ വേറൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു പിങ്ക് പെൻസിലായതുകൊണ്ട് റെഡ് ചൂസ് ചെയ്തതാണ്. ആ ഒരു പിങ്ക് തന്നെ റെഡിന് പകരം സെയിം എക്സാക്റ്റ് ആ പിങ്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്യൂട്ടായിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ അതിൻ്റെ മേലെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ഗോൾഡൻ കളറായ ചെറിയൊരു ബീഡ്സും പിന്നെ കുറച്ച് വലിയതുമാണുള്ളത്. അപ്പോൾ ചെറുത് വെച്ചപ്പോൾ തീരെ കാണുന്നില്ല, വലുത് നോക്കുമ്പോൾ കുറച്ച് ഓവർ സൈസായ പോലെ എനിക്ക് തോന്നുക. എന്തായാലും ഇത് രണ്ടും ഉള്ളൂ, അപ്പോൾ പിന്നെ വലുത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ചെറുത് തീരെ കാണുന്നേ ഇല്ല വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു വലിയ ബീഡ്സ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ ദേ ശരിക്കും നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒരു സാന്റാക്ലോസ് ഫീൽ കിട്ടുന്നുണ്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നപ്പോൾ? എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. ക്രിസ്മസ് ഒക്കെ അടുക്കാനായതുകൊണ്ടാണോ എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഈ ഒരു കളർ വന്നപ്പോൾ ആ ഒരു നോസും ഒക്കെ വെച്ചപ്പോൾ ഒരു സാന്റാക്ലോസ് ഫീൽ എവിടെയോ കിട്ടി. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.